നമസ്കാരം. കേരള നിയമസഭയിൽ MLA ആയ ശേഷം ആദ്യമായി BJPയിൽ ചേർന്ന നേതാവ് അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. പിന്നീട് AP അബ്ദുള്ളക്കുട്ടിയും സമാന വഴിയിൽ BJPയിലേക്ക് ചേക്കേറി. ഇക്കാലത്ത് ഇവരുടെ മറുകണ്ഠം ചാടൽ സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. BJPയിൽ ചേർന്നതിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളും ഇവർ കേൾക്കേണ്ടി വന്നു. എന്നാൽ കാലം മാറിയപ്പോൾ കഥയും മാറുകയാണ്. BJPയിലേക്ക് ചേക്കേറാൻ കേരളത്തിലെ നേതാക്കൾക്കുള്ള വൈമനസ്യം മാറിയിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രകടമാകുന്നത് BJPയിൽ രാഷ്ട്രീയ സ്വപ്നം കാണുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ്. കേരള രാഷ്ട്രീയത്തിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ഇരുധ്രുവ രാഷ്ട്രീയത്തിന് വിള്ളലേൽപ്പിച്ചുകൊണ്ടാണ് ഇക്കുറി പ്രമുഖ നേതാക്കൾ BJPയിൽ ചേക്കേറിയത്. സംസ്ഥാനത്ത് BJPയോടുള്ള തൊട്ടുകൂടായ്മ അതിവേഗം മാറുന്നതായിട്ടാണ് ഈ ചേക്കേറലുകളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇടതുകോട്ടകളിൽ വിള്ളലുണ്ടാക്കിയാണ് നേതാക്കൾ BJPയിൽ ചേരുന്നത്. CPIയുടെയും CPMന്റെയും കരുത്തരായ നേതാക്കളുടെ BJP പ്രവേശനം ഇടതുമുന്നണിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ച് മറുകണ്ഠം ചാടിയത് ഇടതുപക്ഷത്തെ MLA ആയിരുന്ന CC മുകുന്ദനാണ്. MLA സ്ഥാനം രാജിവെക്കാതെയാണ് CC മുകുന്ദൻ BJPയിൽ ചേർന്നത്. ഒരു ജനപ്രതിനിധി നേരിട്ട് പാർട്ടി വിടുന്നത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. വൈക്കം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 2 തവണ MLA ആയിരുന്ന K അജിത്തും കാവിക്കൊടി പിടിച്ചു. CPIയുടെ പാരമ്പര്യമുള്ള നേതാക്കളുടെ ഈ മാറ്റം CPI വരും കാലങ്ങളിൽ ശോഷിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. ഇക്കൂട്ടത്തിൽ ഒടുവിലായി CPMനുണ്ടായ നഷ്ടം അഡ്വക്കേറ്റ് സ്മിത സന്തോഷിന്റെ മറുകണ്ഠം ചാടലാണ്. വർക്കലയിൽ CPMന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് പ്രമുഖ അഭിഭാഷകയും പ്രാദേശിക നേതാവുമായ അഡ്വക്കേറ്റ് സ്മിത സന്തോഷ് BJPയിലെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും രാജിവെച്ചുകൊണ്ടാണ് സ്മിത BJPയിൽ ചേർന്നത്. മുൻ MLA ആയ S രാജേന്ദ്രനും BJP പാളയത്തിലെത്തിയിരുന്നു. ഇക്കുറി ദേവികുളം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഇതെല്ലാം CPMൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്. ഇത് മാത്രമല്ല, തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരിയും BJPയിൽ ചേർന്നിരുന്നു. സമാനമായ വിധത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPM പ്രവർത്തകർ BJPയിലേക്ക് അനായാസം ചേക്കേറി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും മറുകണ്ഠം ചാടാൻ തയ്യാറെടുത്തിരിക്കുന്നതും നിരവധി പ്രമുഖരാണ്. ഇടതുപക്ഷത്ത് നിന്ന് മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിലും അവഗണനയിലും മനം മടുത്ത നേതാക്കളും BJPയെ തങ്ങളുടെ പുതിയ താവളമായി തിരഞ്ഞെടുക്കുകയാണ്. ദേശീയ തലത്തിൽ BJP ഉയർത്തുന്ന വികസന രാഷ്ട്രീയവും നരേന്ദ്രമോദി പ്രഭാവവുമാണ് ഇവരെ ആകർഷിക്കുന്നതെന്നാണ് പറയുന്നത്. ദളിത് കോൺഗ്രസ് നേതാവും മുൻ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന BS അനൂപ് BJPയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ചിറയൻ കീഴിൽ NDA സ്ഥാനാർത്ഥിയാണ് അനൂപിനൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് RS അരുൺരാജും BJPയിൽ അംഗത്വമെടുത്തിരുന്നു. ഇതിൽ അരുൺരാജ് ചടയമംഗലത്ത് BJP സ്ഥാനാർത്ഥിയാണ്. മഹിളാ കോൺഗ്രസ് നേതാവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന രശ്മിയും BJPയിൽ ചേർന്നിരുന്നു. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന അവർ ഇത്തവണ കൊട്ടാരക്കരയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അനിൽ ആന്റണി, G രാമൻ നായർ, വയനാട് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന PM സുധാകരൻ, C രഘുനാഥ്, J പ്രമീളാദേവി തുടങ്ങിയവരാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നും BJPയിലെത്തിയ പ്രമുഖർ. KPCC പ്രസിഡന്റും പേരാവൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫിന്റെ സഹോദരൻ ഷാജി V ജോസഫ് BJPയിൽ ചേർന്നതും അടുത്തിടെയാണ്. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന വലിയ മുന്നറിയിപ്പാണ്. BJPയിൽ ചേരാൻ വൈമുഖ്യമുള്ളവർക്ക് 2020 ചേരാൻ BJP അവസരമൊരുക്കുന്നുണ്ട്. ഇതെല്ലാം ഭാവി ലക്ഷ്യമിട്ടുള്ള BJPയുടെ പ്രയത്നത്തിന് തെളിവാണ്. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് BJP ശ്രമം ശക്തമാക്കിയത് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമാണ്. ഈ പരീക്ഷണം വരും നാളുകളിലും തുടരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റായി മാറുമെന്നാണ് വിലയിരുത്തൽ.